പ്രിയപ്പെട്ടവരെ നോക്കൂ, ഏവരെയും കുൽസിതപ്പെടുത്തുന്ന, ഏവരെയും ഇക്ലിപ്പെടുത്തുന്ന കുൽസിതം ടിവിയുടെ ഏറ്റവും പുതിയ ഇന്റർവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഇവിടെ എത്തിയിരിക്കുന്നത് കേരളം മുഴുവൻ ചർച്ചയായ നമ്മുടെ അറക്കൽ മാഡമാണ്. അറക്കൽ മേഡത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അറക്കൽ മാഡം, ഈ +2 തോറ്റൊരു സ്റ്റുഡന്റിനെ നിങ്ങൾ സേ പരീക്ഷയൊക്കെ എഴുതിക്കാൻ വേണ്ടി വീട്ടിൽ പോയൊരു കഥയില്ലേ, അത് ഞങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അത് എൻ്റെ ഒരു സ്റ്റുഡന്റ് +2 തോറ്റൊരു സ്റ്റുഡന്റ് ആയിരുന്നു അവൻ. അപ്പൊ ഞാൻ സേ എഴുതി പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവൻ കോളേജിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇവൻ എന്നെ ഒരു ദിവസം വിളിക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കണം, ടീച്ചറെ സെക്സ് ചെയ്യുമ്പം 2 കോണ്ടോ ഇട്ട് സെക്സ് ചെയ്യണോ 1 കോണ്ടോ ഇട്ട് സെക്സ് ചെയ്യണോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് അങ്ങനെ ചോദിച്ചേ? അത് 2 കോണ്ടോ ഇട്ടാൽ കുറച്ച് സേഫ്റ്റി ആയിരിക്കുമല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, 2 കോണ്ടോ ഒരിക്കലും ഇടരുത്, അത് ഫ്രിക്ഷൻ കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്റെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ടീച്ചറിനെ വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ഇനിയൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ടീച്ചറെ, നിങ്ങളുടെ ആ സ്റ്റുഡൻ്റായിട്ട് കുറച്ചു കാലം മുമ്പേക്ക് പോകാൻ എനിക്ക് പറ്റുമോ? ഈ ടൈം ട്രാവലൊക്കെ പോലെ. ഇനിയിപ്പോൾ വയസ്സായിപ്പോ, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? അതൊക്കെ പോട്ടെ ടീച്ചറെ. ടീച്ചർ അന്ന് ഈ ജപ്പാനീസ് സീരീസിനെ കുറിച്ചും കൊറിയൻ സീരീസിനെ കുറിച്ചും എന്തോ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? ആ കുൽസിതത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ? പിള്ളേർ കാണുന്നില്ല ജപ്പാനീസ് സീരീസ്, മറ്റേ കൊറിയൻ സീരീസ്, അവരൊക്കെ വേറെ വൈബില് വേറെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ വേറെ ലോകത്ത്, അതായത് ഇവർക്ക് കേരള സമൂഹം. ഇപ്പോഴത്തെ കുട്ടികൾ ടീച്ചർ പറയുന്ന പോലെ, ടീച്ചറുടെ ചിന്താഗതിയൊക്കെ പോലെ വേറൊരു വൈബിലാണ് ജീവിക്കുന്നത് അല്ലേ? ഭയങ്കര പുരോഗമനവാദമുള്ള ആൾക്കാരാ. എന്നാൽ പിന്നെ ടീച്ചർക്ക് ഇതൊക്കെ അവരുടെ വീട്ടിൽ തന്നെ പോയി പറയാറുന്നില്ലേ? ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള വീടുകൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് സ്പേസ് ഉള്ള വീടുകളുണ്ട്, പുരോഗമനപരമായിട്ടുള്ള വീടുകളുണ്ട്. ആ പുരോഗമന ചിന്താഗതിയുള്ള വീട്ടുകാരെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അവിടെ എങ്ങനെയാ നിങ്ങൾ ഈ സെക്സിനെ കുറിച്ചൊക്കെ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ നമ്മൾ കുട്ടികളും പാരന്റ്സും എല്ലാം ഒരുമിച്ച് ഇങ്ങനത്തെ കാര്യത്തെ പറ്റി സംസാരിക്കാറുണ്ട്. ടീച്ചർ പറയുന്നത് ഈ പുരോഗമനപരമായി ചിന്തിക്കുന്ന വീട്ടില് ടീച്ചറെ കൂടെ ഇരുത്തി അച്ഛനും അമ്മയും മക്കളും സെക്സ് ചർച്ച ചെയ്യുന്ന പുരോഗമനപരമായ കേരളത്തിലെ ആ വീട്, ആ ആൾക്കാർ ആരൊക്കെയാണ്? ടീച്ചർ ഒന്ന് പറഞ്ഞു തരാമോ? അതൊക്കെ പോട്ടെ ടീച്ചറെ, ടീച്ചർ കുറേ പേരുമായിട്ട് ഇങ്ങനെ കുൽസിതം നടത്തി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാളിനോട് ക്രഷ് തോന്നി, ഞാൻ എന്ത് ചെയ്തു? എന്താ പറയുക, ഞാൻ അവരുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു. അങ്ങനെ വിരലുണ്ടാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട്. അപ്പൊ വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്റെ അമ്മ, 10 പേരോ? ടീച്ചർ ഇപ്പൊ പഠിപ്പിക്കുന്നത് സ്കൂൾ സിസ്റ്റത്തിലല്ല, സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ ട്യൂഷൻ പഠിപ്പിക്കുക. ട്യൂഷൻ എവിടെ? വീട്ടില്. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളെയും കൂടെ സെക്സ് പഠിപ്പിച്ച് നടക്കുക ടീച്ചർ. എന്നിട്ട് ഇതൊക്കെ ചോദിക്കാൻ ഇങ്ങനത്തെ കുറെ ചാനലുകളും ഇതൊക്കെ കാണാൻ നമ്മളെ പോലത്തെ മണ്ടന്മാരും അവസരം റിയാക്ട് ചെയ്ത് നമുക്ക് കുറ്റം. എന്താ അല്ല അറക്കൽ ടീച്ചറെ, നിങ്ങളാണ് ശരിക്കും കേരളത്തിന്റെ പുരോഗമനവാദത്തിന്റെ എവറസ്റ്റ്.